നമസ്കാരം, ഞാൻ റഫ്ന. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. മനുഷ്യാവകാശ പ്രവർത്തന ജനങ്ങളുടെയും യുവജന കാര്യങ്ങളുടെയും രാജാവിന്റെ പ്രതിനിധിയും സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ചെയർമാനുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയും SCYSന്റെ ആദ്യ ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റിയുടെ ചെയർമാനും ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റും കൂടിയായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയും ബഹ്റൈൻ ഇന്റർനാഷണൽ ട്രോഫിയുടെ 4ാം പതിപ്പിന്റെ 3ാം റൗണ്ടിൽ പങ്കെടുത്തു. ഈസ ബിൻ സൽമാൻ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ട്രസ്റ്റി ബോർഡ് ചെയർമാനായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഈസ ബിൻ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ രക്ഷാകർത്തൃത്വത്തിൽ 2024-25 റേസിംഗ് സീസണിന്റെ 13ാമത്തെ റേസിനോടനുബന്ധിച്ച് അൽ റഫയിലുള്ള റഷീദ് ഇക്വസ്ട്രിയൻ ആൻഡ് ഹോഴ്സ് റേസിംഗ് ക്ലബ്ബിലാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ മറ്റു പ്രമുഖ വ്യക്തികളുമായിട്ടാണ് ചടങ്ങിൽ പങ്കെടുത്തത്. സ്പോൺസർ സംഘടനകളുടെ പ്രതിനിധികളും വിവിധ VIPകളും പരിപാടിയിൽ പങ്കെടുത്തു. ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ വിജയികളെ കിരീടധാരികളാക്കുകയും കൂടാതെ മറ്റുള്ള വിജയികൾക്കുള്ള ട്രോഫികളും സമ്മാനിച്ചു. ബഹ്റൈൻ ഇനി ആകാശത്തേക്ക് മെഡിക്കൽ ഗതാഗത സേവനങ്ങൾ എത്തിക്കാൻ ഒരുങ്ങുകയാണ്. ഉടൻ തന്നെ എയർ ആംബുലൻസുകൾ തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് ബഹ്റൈൻ. അടിയന്തര സാഹചര്യങ്ങളിൽ ഡോക്ടർമാരുടെയും മെഡിക്കൽ വിദഗ്ധരുടെയും അടിയന്തര സഹായം വേഗത്തിലാക്കുന്നതിലൂടെ ജീവൻ രക്ഷിക്കുന്നതിൽ ഈ സേവനങ്ങൾ നിർണായകമായ ഒരു പങ്ക് വഹിക്കുമെന്നാണ് 2025 ജനുവരി മാസത്തിലെ ഇന്റീരിയർ മന്ത്രാലയത്തിന്റെ അൽ അംൻ മാസികയിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. 11 വർഷങ്ങൾക്കു ശേഷം പുതിയ കെട്ടിലും മട്ടിലും തിരികെ എത്തുന്ന കേരളോത്സവം 2025 മത്സരങ്ങൾക്ക് ബഹ്റൈൻ കേരളീയ സമാജത്തിൽ ജനുവരി 19 തുടക്കമാകും. 1.5 മാസത്തോളം നീളുന്ന കലാമാമാങ്കത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ നിരവധി പരിപാടികളാണ് സമാജം അങ്കണത്തിൽ അരങ്ങേറുമെന്ന് സമാജം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബഹ്റൈൻ കേരളീയ സമാജം കുടുംബാംഗങ്ങളുടെ കലാ സാംസ്കാരിക സാഹിത്യ വാസനകൾ പാരിതോഷിക്കുന്നതിന്റെ ഭാഗമായി 2000 രൂപീകരിക്കപ്പെട്ട പരിപാടിയാണ് കേരളോത്സവം. സമാജം അംഗങ്ങൾക്കും 18 വയസ്സ് തികഞ്ഞ കുടുംബാംഗങ്ങൾക്കും പങ്കെടുക്കാവുന്ന കേരളോത്സവത്തിന്റെ ഭാഗമായി നിരവധി വ്യക്തിഗത ഗ്രൂപ്പ് ഇന മത്സരങ്ങളാണ് നടക്കുക. 1500-ൽ പരം അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഹിന്ദോളം, അമൃതവർഷിണി, മേഘമൽഹാർ, നീലാംബരി, ഹംസധ്വനി എന്നിങ്ങനെ 5 ഗ്രൂപ്പുകളായി തിരിച്ചു നടത്തുന്നത്. ഈ മാസം 19ഓടെ ആരംഭിക്കുന്ന പരിപാടികൾ ഫെബ്രുവരി മാസം അവസാനം വരെ നീണ്ടു നിൽക്കും. ആദ്യഘട്ടത്തിൽ സ്റ്റേജിതര മത്സരങ്ങളും തുടർന്ന് വ്യക്തിഗത മത്സരങ്ങളും ഒടുവിൽ ഗ്രൂപ്പ് മത്സരങ്ങളും എന്ന രീതിയിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഒരുക്കങ്ങളും പരിശീലനങ്ങളും തുടങ്ങി. നൃത്ത, സംഗീത, കലാ, സാഹിത്യ മത്സര ഇനങ്ങൾക്ക് പുറമെ അംഗങ്ങളുടെ മറ്റു കഴിവുകളും പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായാണ് കേരളോത്സവം 2025 ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അംഗങ്ങളുടെ 5 ഗ്രൂപ്പുകളും വ്യത്യസ്തമായി സമാജം അങ്കണത്തിൽ ഡ്രീംസ്കേപ്സ് ഭാവനാത്മക ലോകത്തിലേക്ക് ഒരു യാത്ര എന്ന പ്രമേയത്തെ ആസ്പദമാക്കി മത്സരിച്ചൊരുക്കുന്ന ആർട്ട് ഇൻസ്റ്റലേഷൻ ജനുവരി 30 പൂർത്തിയാകും. ജനുവരി 31 ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന മാസ് പെയിന്റിംഗ് മത്സരത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളുടേതായി 5 മീറ്റർ ക്യാൻവാസിലുള്ള 5 ചിത്രകലാ സൃഷ്ടികൾ വിരിയും. ഇവ ഫെബ്രുവരി അവസാനം വരെ സമാജം അങ്കണത്തിൽ പൊതുദർശനത്തിനായി പ്രദർശിപ്പിക്കുന്നതാണ്. 80കളുടെ ഓളവും 80ഓളം രുചികളും എന്ന ടാഗ് ലൈനിൽ എത്തുന്ന കേരളോത്സവത്തിലെ ഏറ്റവും നിറമാർന്നമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പരിപാടിയാണ് 80ഓളം എന്ന മെഗാ രുചിമേള. ഫെബ്രുവരി 21 വെള്ളിയാഴ്ച നടക്കുന്ന ഈ പരിപാടിയുടെ മുഖ്യ ആകർഷണം 80കൾ എന്ന തീം തന്നെയാണ്. ഗൃഹാതുരത്വമുണർത്തുന്ന പഴയകാല വസ്ത്രരീതിയും സ്റ്റാളുകളും പാട്ടുകളും ഫ്ലാഷ് മോബും അങ്ങനെ എല്ലാം 80കളുടെ കെട്ടിലും മട്ടിലുമാകുമ്പോൾ അവ ബഹ്റൈനിലെ മലയാളി സമൂഹത്തിന് ഒരു പുതുമയാകുമെന്ന് തീർച്ചയാണ്. ആഷ്ലി കുര്യൻ ജനറൽ കൺവീനറായും വിപിൻ മോഹൻ, ശ്രീവിദ്യ വിനോദ്, സിജി ബിനു എന്നിവർ ജോയിന്റ് കൺവീനർമാരായും സമാജം സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയചന്ദ്രൻ നായർ എക്സ് ഒഫീഷ്യോ ആയുള്ള സംഘാടക സമിതിയിൽ 50ഓളം അംഗങ്ങളാണുള്ളത്. സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, ആക്ടിംഗ് പ്രസിഡന്റ് ദിലീഷ് കുമാർ എന്നിവർ പത്രസമ്മേളനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് സംസാരിച്ചു. ബഹ്റൈൻ ലാൽകേസ് അംഗങ്ങൾക്കും കുടുംബങ്ങൾക്കുമായി പാതിരാമഴ എന്ന പേരിൽ പുതുവർഷാഘോഷവും വിന്റർ ക്യാമ്പും സംഘടിപ്പിച്ചു. വൈകിട്ട് 7 മണിക്ക് തുടങ്ങിയ ക്യാമ്പ് പിറ്റേന്ന് പുലരും വരെ നീണ്ടുനിന്നു. നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിറഞ്ഞ ലൈവ് കുക്കിങ്ങിലും അന്താക്ഷരിയിലും കായിക മത്സരങ്ങളിലും എല്ലാ അംഗങ്ങളും പങ്കെടുത്തു. ക്യാമ്പിനിടയിൽ നടന്ന യോഗ പരിപാടികൾക്ക് പ്രസിഡന്റ് FM ഫൈസൽ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ ജഗത് കൃഷ്ണകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൺവീനർ ജൈസൺ സംസാരിച്ചു. സെക്രട്ടറി ഷൈജു കൻബത്ത് സ്വാഗതവും ട്രഷറർ അരുൺ ജിൻ നെയ്യാർ നന്ദിയും പറഞ്ഞു. വൈശാഖ്, ലിബി, ജൈസൺ, ഗോപേഷ്, വിഷ്ണു, പ്രദീപ്, ഹരി, വിപിൻ, ബിബിൻ, ഭവിത്, അരുൺ തൈക്കാട്ടിൽ, നന്ദൻ എന്നിവർ നേതൃത്വം നൽകി. SNCS അൽ ഹിലാൽ ഹോസ്പിറ്റലും ചേർന്ന് സംഘടിപ്പിച്ച സൗജന്യ വൈദ്യ പരിശോധന ശ്രദ്ധേയമായി. വൈദ്യ പരിശോധനയുടെ ഉദ്ഘാടന ചടങ്ങിൽ അൽ ഹിലാൽ ഹോസ്പിറ്റൽ പ്രതിനിധി ഷിജിൻ, SNCS ആക്ടിംഗ് ചെയർമാൻ പ്രകാശ് KP, ആക്ടിംഗ് സെക്രട്ടറി ഷൈൻ C എന്നിവർ ചേർന്ന് ഉപഹാരങ്ങൾ സമ്മാനിച്ചു.
കൂടാതെ BIICO കമ്പനി പ്രതിനിധി ബിനോയ് എന്നിവർക്കുള്ള ഉപഹാരവും നൽകുകയുണ്ടായി. വെൽനസ് ഫോറം കോർഡിനേറ്റർ ഓമനക്കുട്ടൻ, വെൽനസ് വിഭാഗം കൺവീനർ ശ്രീലാൽ, വനിതാ വിഭാഗം കൺവീനർ സംഗീത ഗോകുൽ എന്നിവർ സന്നിഹിതരായിരുന്നു. BMC ന്യൂസിൽ ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് സ്വാഗതം. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡുകൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ജനുവരി 17 രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഡബിൾ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് മനു ഭാക്കറും ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷും അവാർഡ് ഏറ്റുവാങ്ങി. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, പാരീസ് പാരാലിമ്പിക്സ് ഹൈജമ്പിൽ സ്വർണം നേടിയ പ്രവീൺ കുമാർ എന്നിവർക്കും രാജ്യം ഖേൽരത്ന നൽകി ആദരിച്ചു. കഴിഞ്ഞ വർഷം സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ചൈനയിൽ നിന്നുള്ള ഡിങ് ലിറിനെ പരാജയപ്പെടുത്തിയാണ് ഡി ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യനായി മാറിയത്. 2024 പാരീസ് ഒളിമ്പിക്സിലെ എയർ പിസ്റ്റൾ വ്യക്തിഗത ഇനത്തിലും എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിലും വെങ്കലം നേടിയ ആദ്യ ഇന്ത്യൻ അത്ലറ്റാണ് മനു ഭാക്കർ. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഹർമൻപ്രീത് സിംഗ് ഇന്ത്യൻ നാഷണൽ ഹോക്കി ടീം ക്യാപ്റ്റൻ കൂടിയാണ്. 2024 പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ പ്രവീൺ കുമാർ ടോക്കിയോ പാരാലിമ്പിക്സിൽ വെള്ളിയും 2022 ഏഷ്യൻ പാരാ ഗെയിംസിൽ സ്വർണവും നേടിയിട്ടുണ്ട്. കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, മന്ത്രി കിരൺ റിജിജു, കായിക സെക്രട്ടറി സുജാത ചതുർവേദി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനു പുറത്ത് 6.5 മണിക്കൂർ നടന്ന സുനിത വില്യംസ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഉപകരണങ്ങളുടെ തകരാറുകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിരുന്നു സ്പേസ് വാക്ക്. ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന്റെ തകരാറിനെ തുടർന്ന് 7 മാസമായി ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന സുനിത വില്യംസ് ഇതാദ്യമായാണ് ബഹ്റൈൻ ബഹിരാകാശ നിലയത്തിലേക്ക് പുറത്തിറങ്ങുന്നത്. ബഹിരാകാശ യാത്രികനായ നിക് ഹേഗും സുനിത വില്യംസിനൊപ്പം ചേർന്നു. ഈ മാസം 23 ബുച്ച് വിൽമോറിനൊപ്പം സുനിത വില്യംസ് സ്പേസ് വാക്ക് നടത്തും. മാർച്ചിലോ ഏപ്രിലോ ഇരുവരും സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിൽ ഭൂമിയിലേക്ക് മടങ്ങുമെന്നാണ് നാസ അറിയിച്ചിട്ടുള്ളത്. പാറശാല ഷാരോൺ വധക്കേസിലെ ശിക്ഷാവിധി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ശിക്ഷാവിധി സംബന്ധിച്ച് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കേട്ടതിനു ശേഷമാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. ഗ്രീഷ്മയും മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറും കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു.
തെളിവുകളുടെ അഭാവത്തിൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടിരുന്നു. ഷാരോൺ മരിച്ച് 2 വർഷം കഴിയുമ്പോഴാണ് കേസിൽ വിചാരണ പൂർത്തിയാക്കി നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. 2022 ഒക്ടോബറിലായിരുന്നു കൊല നടന്നത്. 4 വർഷമായി പ്രണയത്തിലായിരുന്നു ഷാരോണും ഗ്രീഷ്മയും. ഇരുവരുടെയും പ്രണയം ഗ്രീഷ്മയുടെ വീട്ടിലറിഞ്ഞതോടെ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഗ്രീഷ്മയോട് കുടുംബം ആവശ്യപ്പെടുകയും മറ്റൊരു വിവാഹാലോചന ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഷാരോണിനെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം നൽകുകയായിരുന്നു. ഗ്രീഷ്മയുമായി കണ്ടുമുട്ടി തിരികെ വീട്ടിലേക്ക് പോകുന്നതിനിടെ ഷാരോൺ ഛർദ്ദിച്ച് അവശനാകുകയും ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. 11 ദിവസം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങുന്നത്. ശിക്ഷ വിധിക്ക് മുമ്പുള്ള അന്തിമവാദത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ഗ്രീഷ്മയോട് ചോദിച്ചിരുന്നു. കോടതി ഗ്രീഷ്മയുടെ രേഖകൾ പരിശോധിച്ചു. ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്നും ഗ്രീഷ്മ ആവശ്യപ്പെട്ടു. കത്തിനൊപ്പം ബിരുദ സർട്ടിഫിക്കറ്റുകളും ഗ്രീഷ്മ കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. തുടർ പഠനാവശ്യം ജഡ്ജിന് മുന്നിൽ ഗ്രീഷ്മ ഉന്നയിച്ചു. തനിക്ക് മറ്റു ക്രിമിനൽ കേസുകൾ ഇല്ലെന്നും ഗ്രീഷ്മ, പരമാവധി ഇളവ് അനുവദിക്കണമെന്നും ഗ്രീഷ്മ പറഞ്ഞു. ഗ്രീഷ്മയുടെ ഭാഗം കേട്ട ശേഷം കോടതി പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കേൾക്കുകയാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ഒരു ചെറുപ്പക്കാരനെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കി ക്രൂരമായ ഇടപെടൽ നടത്തി ഒരു യുവാവിന്റെ സ്നേഹത്തെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയതെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. വയനാട്ടിൽ വൻ നാശം വിതച്ച ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഇരകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ടാറ്റ മുംബൈ മാരത്തൺ ഓടാനൊരുങ്ങി. കിഫ്ബി സിഇഒ ഡോക്ടർ കെ ഇബ്രാഹിം റൺ ഫോർ വയനാട് എന്ന ആശയം മുൻനിർത്തി തയ്യാറാക്കിയ ജേഴ്സിയും ഫ്ളാഗും ഡോക്ടർ കെ എം എബ്രഹാമിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറി. 42 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഫുൾ മാരത്തണാണ് ജനുവരി 19 നടക്കുന്ന മുംബൈ മാരത്തൺ. വയനാട് ദുരന്തത്തിലെ ഇരകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ജേഴ്സിയും ഫ്ളാഗുമാണ് മുഖ്യമന്ത്രി ഡോക്ടർ കെ എം എബ്രഹാമിന് കൈമാറിയത്. മന്ത്രിസഭാ യോഗശേഷം മറ്റു മന്ത്രിമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. ജേഴ്സിയിലും ഫ്ളാഗിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായി സംഭാവന നൽകാനുള്ള ആഹ്വാനവുമുണ്ട്. CMDRFന്റെ അക്കൗണ്ട് വിശദാംശങ്ങളും ജേഴ്സിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വയനാട് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത് നിർമ്മിക്കുന്ന ടൗൺഷിപ്പുകളുടെ നിർമ്മാണ കൺസൾട്ടൻസിയായ കിഫ്കോണിന്റെ ചെയർമാനും ഡോക്ടർ കെ എം എബ്രഹാമാണ്. നേരത്തെ ഇതേ ദൈർഘ്യം വരുന്ന ലണ്ടൻ മാരത്തണും ഡോക്ടർ കെ എം എബ്രഹാം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാള വാർത്തകൾ പൂർണ്ണമാക്കുന്നു. ശുഭരാത്രി.